വൈക്കം നഗരസഭയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായതായി പരാതിയുന്നയിച്ച് ബി.ജെ.പി. കൌൺസിലർ. വൈക്കം നഗരസഭയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ദേശീയഗീതം വന്ദേമാതരം ആലപിക്കുന്നതിനിടയിൽ യു.ഡി.എഫ്. കൌൺസിലർമാർ ദേശീയഗാനം ജനഗണമന ആലപിക്കുകയായിരുന്നു. ഔദ്യോഗിക സർക്കാർ ചടങ്ങുകളിലും പൊതുസ്ഥാപനങ്ങളിലും വന്ദേമാതരത്തിന്റെ തെരഞ്ഞെടുത്ത വരികൾക്ക് പകരം 6 സ്റ്റാൻസകളും അടങ്ങിയ പൂർണ്ണ ഔദ്യോഗിക രൂപം പാടുകയോ പ്ലേ ചെയ്യുകയോ ചെയ്യണമെന്ന് പ്രോട്ടോകോൾ നിലനിൽക്കെ 6 ചരണങ്ങളിൽ ഒന്നു മാത്രമാണ് നഗരസഭയിൽ ആലപിച്ചത് എന്നാണ് പരാതി. വൈക്കം നഗരസഭയിലേത് പ്രോട്ടോകോൾ ലംഘനം ആണെന്ന് ബി.ജെ.പി. കൌൺസിലർ എം.കെ. മഹേഷ് ആരോപിച്ചു. ദേശീയ ഗാനം ആലപിക്കുകയും അത് ദേശീയ ഗീതത്തോടുള്ള തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ് വൈക്കം നഗരസഭയിൽ ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇത് യാതൊരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. യാതൊരുവിധ പ്രോട്ടോകോളും ഇല്ലാതെ ആരോ വരുന്നു, ഓഗസ്റ്റ് 15-ന് പതാക ഉയർത്തേണ്ടതാണ്, അതുകൊണ്ട് മാത്രം പതാക ഉയർത്തുന്നു എന്നുള്ള ഒരു രീതിയിലാണ് വൈക്കം നഗരസഭയിൽ ഈ കാര്യങ്ങൾ നടന്നു വരുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ, ഇവിടെ പത്രമാധ്യമങ്ങൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു വിഭാഗം വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് മറ്റൊരു രീതിയിൽ മറുഭാഗത്ത് അവിടെ ജനഗണമന ആലപിക്കുന്നത്. ഇത് ഏതൊരു തരത്തിലാണ് ഈ ദേശീയ പതാകയെ അപമാനിക്കാവുന്നത്? ആ തരത്തിൽ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് വൈക്കം നഗരസഭയിൽ ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ബി.ജെ.പി. കൌൺസിൽ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് പരാതി അറിയിച്ചു. തദ്ദേശ വകുപ്പിനും കേന്ദ്ര സർക്കാരിനും പരാതി നൽകുമെന്ന് ബി.ജെ.പി. കൌൺസിലർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.